ജോസഫ് സി മാത്യു, EVM-നെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അത് ഒരു സാങ്കേതിക വിദ്യയ്ക്ക് നേരെ ഉയരുന്ന ആരോപണം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജനാധിപത്യം അതിന്റെ ഏറ്റവും മനോഹരമായ ഉത്സവം പൂർത്തിയാക്കിയ സമയത്താണ് ഇങ്ങനെ ഒരു ആരോപണവും വിവാദവും വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നയിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നയിക്കാനുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ഒക്കെ വിശ്വാസ്യതയില്ലാത്ത ഒരു സംവിധാനത്തിലൂടെയാണ് എന്ന് ലോകം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് സാധ്യമാണോ യഥാർത്ഥത്തിൽ? അങ്ങനെ സാധ്യമാണ് എങ്കിൽ ഒരു ഓപ്പൺ ചലഞ്ച് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ പങ്കെടുക്കാതെ പോയത്? പിന്നെ എലോൺ മസ്ക്, അദ്ദേഹം ഇത്രയും സുപ്രധാനമായ സ്പേസ് എക്സിന്റെ അടക്കം തലപ്പത്തിരിക്കുന്ന ഒരാൾ സാധ്യമാകാത്ത ഒരു കാര്യം മുന്നോട്ട് വെക്കുമോ? മാധു പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ഓപ്പൺ ചലഞ്ച് ഒന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ഒരു സിസ്റ്റം കൈവശപ്പെടുത്തി അതിന്മേൽ പഠനം നടത്തി ഇത് വൾണറബിൾ ആണെന്ന് റിപ്പോർട്ട് കൊടുത്തവർക്കെതിരെ മോഷണത്തിന് കേസെടുക്കുകയാണ് ചെയ്തത്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് നമ്മളിത് കുറച്ച് സാങ്കേതിക വിഷയവും കൂടിയാണ്. നമ്മൾ ഈ ഏറ്റവും അടുത്ത് സുപ്രീം കോടതി പലതവണ സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ പരാതിയുമായി പോവുകയും അവർ പരിഗണിക്കുകയും ചെയ്തൊരു വിഷയമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ ഏറ്റവും അടുത്ത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് അവർ ADR കൊടുത്ത കേസിൽ അവരത് പരിശോധിക്കുകയും അതിൻ്റെ പ്രവർത്തനം വിശദീകരിക്കുകയും ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടേണ്ടത് ആവശ്യമായതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയും ചെയ്ത ഒരു ഉത്തരവ് സമീപകാലത്ത് ഇലക്ഷന് തൊട്ട് മുമ്പ് വന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയമായിട്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം, ഈ വിധിയിലും കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ തങ്ങൾ രേഖപ്പെടുത്തുന്ന വോട്ട് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു എന്നും എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട് എന്നും ആക്യുറേറ്റ്ലി റെക്കോർഡഡ് ആൻഡ് കൗണ്ടഡ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ് എന്ന് സുപ്രീം കോടതി അടിവരയിടുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യത്തെ വോട്ട് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് തങ്ങൾ വോട്ട് ചെയ്യുന്നത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു എന്നും അത് അങ്ങനെ കൃത്യമായി എണ്ണപ്പെടുന്നുണ്ട് എന്നും ഉറപ്പ് വരേണ്ടതുണ്ട്. ആ ഉറപ്പ് വരണമെങ്കിൽ അത് ഒരുപക്ഷെ ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ അത് നമ്മുടെ ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ സാധ്യമാകില്ല. അതുകൊണ്ട് പേപ്പർ ബാലറ്റിലേക്ക് പോവുക തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായം. പക്ഷെ ഒരു സാങ്കേതിക വിദ്യാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മൾ EVM ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ അതിലേക്ക് നമുക്ക് ചർച്ച ചുരുക്കാം. അപ്പോൾ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് ഹാക്ക് ചെയ്യപ്പെടാമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും അത് ഹാക്ക് ചെയ്യപ്പെടാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചെയ്തു എന്നല്ല, ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തു, അങ്ങനെയാണ് ഇവിടെ അധികാരത്തിൽ വന്നതെന്നുള്ള ആരോപണമൊന്നും അല്ല ഞാൻ ഉന്നയിക്കുന്നത്. സാങ്കേതികമായി ഇത് ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംവിധാനമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയുടെ മുന്നിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഈ വിധി വന്നതിന് ശേഷവും ബന്ധപ്പെട്ടവരോടൊക്കെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ ഇതിലുള്ള ആശങ്കകൾ ഞാൻ എഴുതി അറിയിച്ചതാണ്. ഞാൻ ലൈവ് ലോ എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിൾ ലീഗൽ ഇതിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ ഹാർഡ്വെയർ, അതിൻ്റെ നമുക്ക് കാണാവുന്ന ആ മെഷീനുകൾ എന്തൊക്കെയാണ്, എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്, അതെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അത് ബെല്ലിലാണ്, അത് കേന്ദ്ര PSU ആണ്, ECIL ആണ്, അത് മറ്റൊരു PSU ആണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. പക്ഷേ അതിനെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആരാണ് തയ്യാറാക്കിയതെന്നോ എവിടെയാണ് ഇത് തയ്യാറാക്കിയതെന്നോ എന്നുള്ളത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നില്ല. അത് തന്നെ അതിനൊരു പരിമിതിയാണ്. ജൂൺ 3-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ചലഞ്ചാണ്. ഞാൻ വിവിധ മാധ്യമങ്ങളിൽ അന്ന് വായിച്ചതും ഇന്നിപ്പോൾ ഈ വിഷയം എടുക്കുന്ന സമയത്തും എടുത്തൊരു കാര്യമാണ്. മാത്രമല്ല, അന്ന് പിന്നീട് സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം കാണിക്കാൻ പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചത്. NCPയും CPIയും മാത്രമാണ് അന്ന് അതിൽ മുന്നോട്ട് വന്നത് എങ്കിലും കോൺഗ്രസ് അടക്കം ഒരു പാർട്ടിയും മുന്നോട്ട് വന്നില്ല. NCPയും CPIയും മാത്രമാണ് മുന്നോട്ട് വന്നെങ്കിലും അവസാന നിമിഷം അവരും പിന്മാറി എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് അറിയിച്ചത്. അപ്പോൾ ഇതൊരു ഓപ്പൺ ചലഞ്ച് ആയിരുന്നില്ലേ? അങ്ങ് തിരുത്താൻ തയ്യാറാണെങ്കിൽ ഞാനത് കേൾക്കാൻ ബഹുമാനപൂർവ്വം തയ്യാറുമാണ്. അങ്ങനെ ഒരു ഓപ്പൺ ചലഞ്ച് ആയിരുന്നില്ലേ? അതോ സുപ്രീം കോടതിയിലടക്കം ഉണ്ടായ ഈ സംഭവ വികാസങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്?
അത് ഞാൻ പറയാം, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്, ഈ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിരിക്കുന്നത് റെനിസാസ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കമ്പനിയും മൈക്രോചിപ്പ് എന്ന് പറയുന്ന ഒരു US കമ്പനിയുമാണ്. ഞാൻ സ്വകാര്യ മേഖലയിലായതുകൊണ്ട് അതിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറയല്ല, പക്ഷേ ഇത് പരിഗണിക്കപ്പെടുന്നില്ല. എന്നിട്ട് നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നത് ഈ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഒന്നാമത്തെ കീ ഇത്ര, രണ്ടാമത്തെ കീ ഇത്ര, അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുന്നത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്നുള്ള അതിൻ്റെ ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ് മാത്രമാണ്. അതായത് ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ഈ മെഷീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ ഉദ്ദേശിക്കാത്ത ഒരു എക്സെപ്ഷണലായിട്ടുള്ളൊരു കോഡ് ഇതിലുണ്ടോ എന്നോ അതിൻ്റെ വൾണറബിലിറ്റി ടെസ്റ്റിങ്ങോ അത് വേറെ ഒരു മേഖലയാണ്. അതിനെക്കുറിച്ചൊരു പരിശോധന നടന്നതായിട്ട് ഇലക്ഷൻ കമ്മീഷനോ സുപ്രീം കോടതിയിലോ അത് രേഖപ്പെടുത്തപ്പെടുന്നില്ല. ഒന്നാമത് അത് വലിയൊരു പരിമിതിയാണ്. ഇതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് മറ്റ് സാധാരണ ചെയ്യുന്നത് പോലെയല്ലാതെ മൈക്രോചിപ്പിൽ ഒരിക്കൽ ഇത് ഒരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ബേൺ ചെയ്യുക എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം മറ്റ് കോഡുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുന്നത് പോലെ ഇത് പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഒരിക്കൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പരിശോധിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്ന രണ്ട് കാര്യം. ഒന്ന്, ഇതിനോട് വേറെ ഒരു ഡിവൈസ്, ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് അതിനെ ഊന്നിക്കൊണ്ടാണ്. ഈ EVM-ലേക്ക് വേറൊരു മെഷീനും കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് നെറ്റ്വർക്ക്ഡ് അല്ല, നോൺ കണക്റ്റബിൾ ആണ്. രണ്ട്, ഇതിലെ കീ, ഒന്നാമത്തെ കീക്ക് ഇത്ര എന്നല്ലാതെ ഒന്നാമത്തെ കീ ആണ് BJP-യുടേതെന്നോ രണ്ടാമത്തെ കീ ആണ് കോൺഗ്രസിൻ്റെതെന്നോ മെഷീനിന് അറിയില്ല. ഒന്നാമത്തെ കീക്ക് ഇത്ര എന്ന് അത് എഗ്നോസ്റ്റിക് എന്നവർ പറയും. കാൻഡിഡേറ്റിനെയും അറിയില്ല, ചിഹ്നവും അറിയില്ല, പിന്നെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും? സോഫ്റ്റ്വെയറിന് ഇത് അറിയില്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇത് പറയുന്നത്. ഇത് രണ്ടും ശരിയല്ല എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് VVPAT വന്നതോടുകൂടി ഒരു സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ് എന്നുള്ള ഒരു എക്സ്റ്റേണൽ ഡിവൈസ് കൊണ്ടുവന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കീയിൽ പ്രസ് ചെയ്യുമ്പം അതിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പേരും നമുക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് വരുന്നത്. ഇത് സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ സിമ്പിൾ ലോഡിംഗ് യൂണിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരെണ്ണം കണക്ട് ചെയ്യപ്പെടുന്നു. രണ്ടാമത്, ഇത് കണക്ട് ചെയ്യപ്പെടുന്ന ആ നിമിഷം മുതൽ ഇത് എഗ്നോസ്റ്റിക് ആണ്. അതായത് സ്ഥാനാർത്ഥിയുടെ കീ ഏതാണെന്ന് അറിയില്ല എന്നോ ചിഹ്നം ഏതാണെന്ന് അറിയില്ല എന്നോ പറയുന്നത് സാങ്കേതികമായി ശരിയല്ല. ഈ രണ്ട് കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നതല്ല. അങ്ങനെയുള്ളവരിടത്ത് വേറൊരു പീസ് ഓഫ് കോഡ് എഴുതിക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഈ അതോറിറ്റീസിനോട് ഞാനും പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരവസരം തന്നാൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ പ്രവൃത്തിയും അതേപടി ചെയ്യുന്ന ഒരു മൈക്രോ കൺട്രോളർ ബോക്സ്, ഇതുപോലൊരു ബോക്സ്, എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രവൃത്തികൾ അതിനുശേഷം ചെയ്യുന്ന, ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറച്ച് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് കൂട്ടുന്നു, അതിനാരും സ്ട്രോങ് റൂമിൽ കയറുകയൊന്നും വേണ്ട. വോട്ടിംഗ് കഴിഞ്ഞ് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ ചെയ്യണമെന്ന് കോഡ് എഴുതി വെച്ചാൽ അത് ആ സ്ട്രോങ് റൂമിനുള്ളിലിരുന്ന് ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പണ്ട് നമ്മൾ ബാങ്ക് കവർച്ച നടന്നു എന്ന് നോക്കുമ്പോൾ ആൾ സ്ഥലത്തുണ്ടായിരുന്നോ എന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഇന്നത് നോക്കിയാൽ പോരാ. അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ സാങ്കേതികമായിട്ട്, അതായത് ഇത് അവിടെ ചെയ്തിട്ടുണ്ടെന്നല്ല, ഇത് ചെയ്യാൻ സാധ്യമാണെന്നുള്ളത് ഞങ്ങൾക്ക് സാങ്കേതികമായി നിങ്ങളുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മാധു ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ലാസ് വേഗസിൽ ഡെഫ്കോൺ എന്ന് പറഞ്ഞ് വോട്ടിംഗ് വില്ലേജ് എന്ന് പറഞ്ഞ് ഏതാണ്ട് 30ഓളം വോട്ടിംഗ് യന്ത്രങ്ങൾ വെച്ചുകൊണ്ട് അത് ഒരു എത്തിക്കൽ ഹാക്കിംഗ് പോലെ പരിപാടി നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ മെഷീനുകളും ഹാക്ക് ചെയ്യപ്പെട്ടു. അതവിടെ ഉപയോഗത്തിലിരുന്ന മെഷീനുകളാണ്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുകയാണെങ്കിൽ ഈ EVM ബോക്സുകൾ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ടെസ്റ്റിങ്ങിന് തയ്യാറാകണം. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പരാതി ഉണ്ടെങ്കിൽ എഴുതി തരൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ശരിയാണ്, നാഷണൽ പാർട്ടികളെ മാത്രമാണ് അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ഒരു വാചകം കൂടി പറയട്ടെ മാധു. അതായത് ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധർ, വലിയ കമ്പനി, ടെക്നോളജി ജയൻസ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റോ ഗൂഗിളോ അതുപോലുള്ള കമ്പനികൾ ചെയ്യുന്നത്, അവരൊരു ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വൾണറബിലിറ്റി ടെസ്റ്റിംഗ് ടീമുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്ത് അവരുടെ ദൃഷ്ടിയിൽ ഇത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് എന്ന് തോന്നിയാലും അവർ ചെയ്യുക ഇവിടുത്തെ സാങ്കേതിക കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ അത് വെച്ചിട്ട് അതിനെ പൊളിക്കാൻ കഴിയുമോ എന്ന് അവരോട് ചോദിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക്, അതിൽ വിജയിക്കുന്നവർക്ക് ബഗ് ബൗണ്ടീസ് എന്നുള്ള പേരിൽ ഇവർ പാരിതോഷികവും കൊടുക്കും. എന്തിനാണ്? അവരുടെ ഉൽപ്പന്നം കൂടുതൽ
റോബസ്റ്റായിട്ട് നന്നായി കൂടുതൽ ശക്തി മത്തായിട്ട് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയാണ്. ഇത് എല്ലാവരിൽ നിന്നും ഒളിച്ച് പൊതിഞ്ഞു വെച്ച് കോഡ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഒരു കീയിൽ ഞെക്കിയാൽ എത്രയെന്ന് കൂട്ടുന്ന ഒരു കോഡ് എഴുതാൻ ഇവിടുത്തെ ഏത് സ്കൂൾ കുട്ടികൾക്ക് എഴുതാൻ, പ്രോഗ്രാമിംഗ് പഠിക്കുന്നവർക്ക് എഴുതാൻ പറ്റും. എന്തിനാണ് ഇത് മറച്ചു വെക്കുന്നത്? അത് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീർന്നെന്നല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് നിർഭാഗ്യവശാൽ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത്. ഇതൊരു BJPക്ക് എതിരായിട്ടുള്ള ആരോപണമല്ല. അങ്ങനെ നമ്മളതിനെ കാണാൻ പാടില്ല. നമ്മുടെ